വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ് പരിപ്പ് വട. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്താൽ നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് കിട്ടില്ല ആ പരിപ്പ് വട ഇല്ല, അതാർക്കും ഇഷ്ടമില്ലാത്തത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം പരിപ്പ് വടയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ചനാദാൽ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പാക്കറ്റിലൊക്കെ എപ്പോഴും കാണാവുന്നതാണ്. അപ്പോൾ അതൊരു 3 to 4 മണിക്കൂർ കുതിർത്ത് വെക്കണം. വാഷ് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 to 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 25 to 30 ചെറിയ ഉള്ളി വേണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി യൂസ് ചെയ്യാം. ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി തന്നെ. പിന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ചെറുതാക്കി അരിഞ്ഞത്, വറ്റൽ മുളക് ഒരു 4-5 എണ്ണം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കറിവേപ്പില എടുക്കാം, കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റ് ഈ ഒരു പരിപ്പ് വടയിൽ ടേസ്റ്റ് എപ്പോഴും കൂട്ടും. കടലപ്പരിപ്പ് അരച്ച് എടുക്കുന്നതിന് മുന്നേ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് മാറ്റി വെക്കണം. അത് അരക്കാതെ നമുക്ക് അരച്ചെടുത്ത കടലപ്പരിപ്പിൽ മിക്സാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ കടലപ്പരിപ്പ് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ കടലപ്പരിപ്പ് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ മാത്രമല്ല നന്നായി അരഞ്ഞു പോകാനും പാടില്ല. ഒരു 2 പ്രാവശ്യം നമ്മൾ ക്രഷ് ചെയ്തെടുക്കണ പോലെ അരച്ചാൽ മതി. നന്നായി അരച്ചെടുത്താൽ അത് വേറൊരു പരുവാകും. അപ്പോൾ ഞാനൊന്ന് അരച്ച് കാണിച്ചു തരാം. ആദ്യത്തെ സെക്ഷന് അരച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, കുറച്ചൊക്കെ ഒരു പരിപ്പുണ്ടേനും എന്നാൽ ചില ഭാഗങ്ങൾ അരഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാണ്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ 2-3 ബാച്ചാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളക് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ കറിവേപ്പില, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് അതിലിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ 2 ടേബിൾ സ്പൂൺ പരിപ്പ് അരക്കാത്തത്, അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സിങ്ങിൽ നമ്മുടെ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമ്മുടെ ആ പരിപ്പിൽ അലിഞ്ഞു ചേരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കാൻ. ഈ ഒരു തണുപ്പ് കാലത്ത് എല്ലാവർക്കും പരിപ്പ് വടയൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളും മാവൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ചൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഇന്ന് പരിപ്പ് വട ചൂടാൻ പോകുന്നത്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയ കാരണം നല്ല ചൂടുള്ള ചായയും പരിപ്പ് വടയും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ഈ മാവ് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ഉത്തമം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡായപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പരിപ്പ് വട ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഇനിയും വരുന്നതാണ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.